പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് 2024 ക്രിസ്തുമസിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ആദ്യമേ തന്നെ നേരട്ടെ. ഈ വർഷത്തെ ക്രിസ്തുമസിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിൽ നമുക്ക് ഒരു പുതിയ ചിന്ത നമ്മളുടെ മനസ്സിൽ സംഗ്രഹിക്കുന്നതിന് പ്രത്യേകമായി ശ്രമിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുജനനത്തോടനുബന്ധിച്ച് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1ഉം 2ഉം അധ്യായങ്ങളിലും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1ഉം 2ഉം അധ്യായങ്ങളിലും കൊച്ചു കൊച്ചു കാഴ്ചകൾ നമ്മെ ആകർഷിക്കുന്നുണ്ട്. അതിൽ ഏതാനും ചില കാഴ്ചകൾ നമുക്ക് പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. കർത്താവ് ഉണ്ണിയേശു എവിടെയാണ് പിറന്നത് എന്ന ചോദ്യം പെട്ടെന്ന് തന്നെ നമ്മുടെ നാവൻ തുമ്പത്ത് വരും. അവൻ കാലിത്തൊഴുത്തിലാണ്, കാലിത്തൊഴുത്തിനോട് ചേർന്ന പുൽത്തൊട്ടിയിലാണ് അവന് ജനനം നൽകുവാൻ മാതാവായ മറിയമിനും പിതാവായ യൗസേപ്പിനും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. പക്ഷേ അതൊരു കാഴ്ചയാണ്. പുൽമത്തയിൽ പിറന്ന യേശു കാലിത്തൊഴുത്തിനോട് ചേർന്ന് പുൽക്കൂട്ടിലെ പുൽമത്ത എന്ന് പറയട്ടെ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന ചോദ്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുകയാണ് നമ്മൾ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനുടെ എവിടെ? ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അവൻ ബേത്ലഹേമിലെ ഒരു വീടിനോട് ചേർന്നുള്ള ഒരു കാലിത്തൊഴുത്തിനോട് അനുബന്ധിച്ചുള്ള പുൽത്തൊട്ടിയിൽ പുൽമെത്തയായി അത് സ്വീകരിച്ച് അവിടെയാണ് പിറന്നത്. ഇതൊരു കാഴ്ചപ്പാട് നമുക്ക് തരുന്നുണ്ട്. ഇതൊരു കാഴ്ചയാണ്, ഒരു കാഴ്ചപ്പാട് തരുന്നുണ്ട്, ഒരു വിഷൻ നമുക്ക് തരുന്നുണ്ട്. എവിടെയാണ് ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായ യേശു ഇന്ന് പിറക്കുക എന്ന ചോദ്യം. അവൻ പാവങ്ങളിൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി ജനിക്കുകയായിരുന്നു. അവൻ രാജകൊട്ടാരത്തിലല്ല, കാലിത്തൊഴുത്തിനോട് ചേർന്ന പുൽത്തൊട്ടിയിലാണ്. അതോട് ചേർന്ന് നമ്മുടെ ചിന്തയിലേക്ക് വരികയാണ്, അവൻ രാജകൊട്ടാരത്തിലെ പട്ടുമത്തയിലല്ല ആ ഉണ്ണിയേശു കിടക്കുന്നതായി നാം കാണുന്നത്. പിന്നെയോ സൂചിപ്പിച്ചതുപോലെ പുൽത്തൊട്ടിയോട് കാലിത്തൊഴുത്തിനോട് ചേർന്നുള്ള പുൽത്തൊട്ടിയിലാണ്, പുൽമെത്തയിലാണ് അവൻ കിടക്കുന്നത്. പട്ടുമെത്തയിൽ നിന്ന് പുൽമെത്തയിലേക്കുള്ള മാറ്റം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയാണ്. അവന് പുതപ്പിക്കുവാൻ, ഉണ്ണിയേശുവിന് പുതപ്പിക്കുവാൻ പട്ടുവസ്ത്രം ഉണ്ടായിരുന്നില്ല, പട്ടുതുണി ഉണ്ടായിരുന്നില്ല, കീറ്റത്തുണികളാണ് ഉണ്ടായിരുന്നത്. കീറ്റത്തുണിയിൽ പൊതിഞ്ഞ് കിടക്കുന്ന, പുൽമത്തയിൽ കിടക്കുന്ന യേശു, അതൊരു വലിയ മാറ്റമാണ്. പട്ടുമത്തയിൽ നിന്ന് പുൽമത്തയിലേക്ക്, പട്ടുതുണിയിൽ നിന്ന് കീറ്റുതുണി പൊതിഞ്ഞ ശിശുവായി നമ്മൾ യേശുവിനെ കാണുകയാണ്. ഇതൊരു പാരഡൈം ഷിഫ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതൊരു സമഗ്രമായ മാറ്റമാണ്, ഇതൊരു കാഴ്ചയാണ്. അത് നമുക്ക് പുതിയ കാഴ്ചപ്പാട് തരുന്നുണ്ട്. അതുപോലെ തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നാം കാണുകയാണ്, യേശു ക്രിസ്തു പിറന്ന രാത്രി മാലാഖമാർ ആട്ടിടയന്മാരോട് സദ്വാർത്ത അറിയിക്കുന്നു. സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറയുന്ന സമാധാന സന്ദേശം അത് ആർക്കാണ് ലഭിച്ചത്? ആട്ടിടയർക്കാണ്.
എവിടെയാണ്? ഒരു തണുത്ത രാത്രിയിൽ വെളും പ്രദേശത്ത് അവർ തീകാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വെളും പ്രദേശത്താണ്, ആടുകളെ സംരക്ഷിച്ചുകൊണ്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഒരു വലിയൊരു നമുക്കൊരു കാഴ്ചപ്പാട് തരുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തിൻ്റെ സന്ദേശം ആരോടാണ് മാലാഖമാർ വന്നറിയിക്കുന്നത്? രാജകൊട്ടാരത്തിലാണോ? സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന തട്ടിൽ ജീവിക്കുന്ന സമ്പന്നരോടാണോ? സാമുദായികമായി വലിയ നേതൃസ്ഥാനത്തുള്ളവരോടാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയാണ്. അവർ ദരിദ്രരായ നിഷ്കളങ്കരായ ആട്ടിടയരോടാണ് ഈ സദ്വാർത്ത ദൈവം തമ്പുരാൻ തൻ്റെ മാലാഖയെ അയച്ചറിയിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം കാണുകയാണ്. ഇതൊരു തീർച്ചയായും ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് തരണം. എല്ലാ കാഴ്ചകളും അതൊരു വിഷനാണ്. വിഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ വാക്കർത്ഥം കാണുന്നത് എന്നാണ്, കാഴ്ചയാണ്. എന്നാൽ ആ വിഷൻ എന്ന വാക്കിന് ഒരു കാഴ്ചപ്പാടെന്ന അർത്ഥവും കൂടിയുണ്ട്. ഒരു കാഴ്ചയ്ക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാടാണ്. എന്താണ് ആ കാഴ്ചപ്പാട്? രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ പറയുന്നത് പോലെ, ഹി ഈസ് ദെയർ where the tiller is tilling the ground and the pathmaker is breaking stones. The Lord is there where the tiller is tilling the ground and the pathmaker is breaking stones. നിലം ഉഴുന്ന് ജീവിക്കുന്നവരോടുകൂടെയാണ്, നിലം ഉഴുന്നവരോടുകൂടെയാണ്. പാറ പൊട്ടിച്ച് പാത ശരിയാക്കുന്നവരോടൊപ്പമാണ്, അതിനായി പണിപ്പെടുന്നവരോടാണ്. അവിടെയാണ് നാഥനെ നമുക്ക് ഇന്നും കണ്ടെത്താൻ കഴിയുക. ഉണ്ണിയേശുവിനെ ഇന്ന് എവിടെയാണ് നമ്മൾ 2024 തിരുജനന പെരുന്നാൾ ആഘോഷിക്കുന്ന സന്ദർഭം നമുക്ക് ഇന്ന് കണ്ടെത്താനാവുക എന്ന ചോദ്യത്തിന് പാവപ്പെട്ടവരും നിരാലംബരും അതേസമയം നിഷ്കളങ്കരുമായ ആളുകളോടൊപ്പമാണ്, അധ്വാനിക്കുന്ന, വിയർപ്പൊഴുക്കി ഉപജീവനത്തിനായി പണിപ്പെടുന്ന ആളുകളോടൊപ്പമാണ് നമ്മുടെ നാഥൻ, നമ്മുടെ കർത്താവ് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2024 ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ തീർച്ചയായും വേദപുസ്തകത്തിലെ ഒരുപിടി കാഴ്ചകൾ, ഇനിയുമുണ്ട് മറ്റു ചില കാഴ്ചകളും കൂടെ. ലൂക്കോസ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1ഉം 2ഉം അധ്യായങ്ങളിലും, ലൂക്കോസ് എഴുതിയ സുവിശേഷം 1ഉം 2ഉം അധ്യായങ്ങളിലും കാഴ്ചപ്പാടുകൾ, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്ന കാഴ്ചകളാണ് കാണാനാവുക. എല്ലാം തിരുജനനത്തോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങളാണെന്നും പ്രത്യേകം നാം ശ്രദ്ധിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഈ അധ്യായങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം, ധ്യാനിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ പരുവപ്പെടുത്തിയെടുക്കുന്നതിന് ശ്രമിച്ചു നോക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തിൻ്റെ ഇന്നിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് പുതിയ പുതിയ കൊച്ചു കൊച്ചു കാഴ്ചപ്പാടുകൾ തരും, സംശയമൊന്നുമില്ല. അത് നമ്മളുടെ ചിന്തകളെ വികസ്വരമാക്കും. അങ്ങനെ വലുതാക്കിയെടുക്കുന്ന ഒരു ചിന്ത ലോകം അങ്ങനെ ഒന്നുണ്ടാവട്ടെ. ഈ ക്രിസ്മസ് ആഘോഷത്തോടൊപ്പം, ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തോടൊപ്പം എന്നെ ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ കൃപ ബേത്ലഹേമിലെ പുൽമത്തയിൽ പിറന്ന യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് ശരിപ്പെടുത്തിയെടുക്കുവാൻ തമ്പുരാൻ തന്നെ നമ്മെ സഹായിക്കുമാറാണ്.